കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തലൻ പൗലോസ് കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ 1-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതുന്നു: അവനിൽ സർവ്വസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെക്കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ആ ഒരു യേശുക്രിസ്തുവിൻ്റെ ഒരു ക്രൂശിലെ മരണം എന്ന് പറയുന്നത് പിതാവിന് തൻ്റെ മക്കളോട് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ താൻ സൃഷ്ടിച്ചാക്കിയ തൻ്റെ മക്കളോട് തോന്നിയ ഒരു പ്രസാദമാണ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം. അപ്പോൾ യേശുക്രിസ്തു ക്രൂശിലെ രക്തം ചൊരിഞ്ഞ് അങ്ങനെ സകലത്തെയും വീണ്ടെടുത്തു എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. ആദ്യ മനുഷ്യരായ ആദാമിനാലും ഹവ്വയാലും ഒരു അനുസരണക്കേട് മുഖാന്തരം ഈ ലോകത്തിൽ വന്ന പാപം അത് മനുഷ്യനെ നരകത്തിലേക്ക് നയിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ പാപക്ഷമ പ്രാപിപ്പാൻ പണ്ട് കാലങ്ങളിൽ പല മൃഗങ്ങളെയും അവർ ബലിയായിട്ട് ആലയങ്ങളിൽ അവർ ചെയ്തു വന്നു. പാപപരിഹാര ബലിയെന്നും ഹോമയാഗങ്ങളും ദഹനയാഗങ്ങളും ഇങ്ങനെ പല യാഗങ്ങൾ അവർ കഴിച്ചു വന്നു. പക്ഷെ ആ ഒരു യാഗത്തിലൊന്നും ഒരു മനുഷ്യനെ യഥാർത്ഥമായിട്ട് വീണ്ടെടുക്കാനോ ഈ ഭൂമിയെ വീണ്ടെടുക്കുവാനോ പറ്റത്തില്ലെന്ന് കണ്ട പിതാവ് തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്ത് അയച്ച് ആ ഒരു നിഷ്കളങ്കം ഇല്ലാത്ത ആ രക്തം കൊണ്ട് മനുഷ്യനെ വീണ്ടെടുപ്പാൻ സ്നേഹിച്ചു. അങ്ങനെ സ്വർഗത്തിലുള്ളതായാലും ഭൂമിയിലുള്ളതായാലും സകലത്തെയും തന്നോടുകൂടെ നിരപ്പിന് പ്രാപിപ്പിക്കുവാൻ വേണ്ടി പിതാവിന് നമ്മോട് പ്രസാദം തോന്നി എന്നാണ് പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യർ സഭയ്ക്ക് എഴുതുന്നത്. പ്രിയ ദൈവമക്കളെ, ഒരിക്കലും നാമും അങ്ങനെയാണ് പാപം ചെയ്ത് നമ്മുടെ സ്വന്തം ഇഷ്ടക്കാരായി അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന വഴികളിൽ കൂടെ നാം നടന്നു. പക്ഷെ നാം ഒരു യേശുക്രിസ്തുവിൻ്റെ ആ ഒരു ക്രൂശിലെ മരണത്തിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കുമ്പോൾ നാം എന്ത് ചെയ്യണം? നമ്മുടെ ആ ഒരു സ്വഭാവം ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ ദൈവത്തോട് അടുപ്പിക്കുവാൻ പറ്റത്തില്ലെന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ നാം എന്ത് ചെയ്യണം? അത് വിട്ടുതിരിഞ്ഞ് മാനസാന്തരപ്പെടുകയും മാനസാന്തരത്തിൻ്റെ യോഗ്യമായ ഫലം കാണിക്കുവാനും അതിന് യോഗ്യമായ സ്നാനം സ്വീകരിപ്പാനും പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാനും ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന വഴിയിൽ കൂടെ ജീവിച്ച് ആ ഒരു സ്വർഗത്തിൽ പോകുവാൻ നാം തന്നെ നമ്മെ സമർപ്പിക്കേണ്ടതായിരിക്കുന്നു. അപ്പോൾ യേശു തന്നെത്താനെ നമുക്ക് വേണ്ടി നമ്മുടെ പാപത്തിന് വേണ്ടി ഒരു യാഗമായിട്ട് ക്രൂശിൽ തന്നെത്താനെ ഏൽപ്പിച്ചതുപോലെ നാമും നമ്മെ തന്നെ നമ്മുടെ പ്രയാസങ്ങളല്ല, നമ്മുടെ വേദനകളല്ല, നമ്മുടെ സ്വഭാവങ്ങളെ നാം നേരെയാക്കിക്കൊണ്ട് ക്രിസ്തുവിന് വേണ്ടി പിതാവിൻ്റെ കയ്യിൽ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ പിതാവിന് നമ്മോട് പ്രസാദം തോന്നും. ദൈവസന്നിധിയിൽ നമുക്ക് ചെല്ലുവാനും സാധിക്കും. ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, അങ്ങനൊരു നല്ല ജീവിതം ജീവിപ്പാനും ഈ ലോകം വിട്ട് കടന്നു പോകുമ്പോൾ ആ ഒരു നമ്മോട് പ്രസാദം തോന്നി ആ പിതാവിൻ്റെ മുഖം പോയി കാണുവാനും കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, കർത്താവെ, ഈ ലോകത്ത് ഞങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പലവിധമായ പാപത്തിൻ്റെ അടിമയായിട്ടും കർത്താവ് അല്ലെങ്കിൽ ശാപത്തിന് അടിമയായിട്ട് കർത്താവ് പൈശാചിക പോരുകളുടെ അടിമയായിട്ട് ദൈവമേ അങ്ങനെ മനുഷ്യൻ്റെ ചതിവിൽ വീഴുന്ന അങ്ങനെ പലതരങ്ങളിൽ മനുഷ്യൻ വേദനപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവെ, ഇതിനും ഉപരിയായിട്ട് കർത്താവെ മനുഷ്യനെയും സ്വർഗത്തെയും അല്ലെങ്കിൽ ദൈവത്തെയും നിരപ്പി പ്രാപിപ്പാനായിട്ട് തൻ്റെ സ്വന്തം പുത്രനെ ഈ ലോകത്ത് അങ്ങ് അയച്ചു തന്നു. അതിൽ ഞങ്ങൾ ആ രക്തത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞ ആ ദിവ്യ രക്തത്തിൽ ഞങ്ങൾ വിശ്വസിക്കുവാനും കർത്താവെ അങ്ങേ തന്നെ കർത്താവെ ഞങ്ങൾ ജീവിതത്തിൽ സ്വീകരിപ്പാനും അങ്ങക്ക് പ്രസാദമുള്ള ഒരു ജീവിതം ചെയ്യുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ മേൽ പ്രസാദം തോന്നി അങ്ങ് തുറന്നു തന്ന സ്വർഗരാജ്യത്തിൽ ഞങ്ങൾ വന്നു ചേരുവാൻ ഞങ്ങളെ വലതുകരം പിടിച്ച് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.